അസുര താണ്ഡവം. രചന നുസ്രത്ത് ബാനു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ചീറിപ്പാഞ്ഞ് ഓഫീസിന് മുമ്പിൽ റോൾസ് റോയ്സ് കാർ വന്നു നിന്നു. അതിൽ നിന്നും ആ ഒരു സ്ഥാപനത്തെ മുഴുവനൊന്ന് കണ്ണോടിച്ചുകൊണ്ട് ഒരു പുഞ്ചിരിയോടെ പുറത്തേക്കിറങ്ങി ഡയാന ഫ്രാൻസിസ്. സ്ലീവ്ലെസ് ആയ ഷോർട്ട് ബ്ലാക്ക് ഫ്രോക്കും ഹൈ ഹീലുള്ള ചെരുപ്പും കഴുത്തിലും കയ്യിലും സിമ്പിളായ ഡയമണ്ട് ഓർണമെന്റ്സും. മുടിയൽപ്പം കേള് ചെയ്തിട്ടുണ്ട്. കണ്ടാലേ അറിയാം ഒരു മോഡലാണെന്ന്. ആരെയും നോക്കാൻ നടന്നു വരുന്ന അവളെ എല്ലാവരും ആശ്ചര്യത്തോടെ നോക്കി നിന്നു. ആദിയുടെ ക്യാബിനിലേക്ക് ഫയൽ എടുത്തു പോവുകയായിരുന്നു പാർവതി. ലിഫ്റ്റ് കയറാൻ നടക്കുമ്പോഴാണ് നടന്നു വരുന്ന ഡയാനയെ പാർവതി കാണുന്നത്. ഡയാനയുടെ അല്പം മുമ്പിലായി ഒരു കപ്പിൽ ചൂട് കാപ്പിയും കൊണ്ട് നടന്നു വരുന്ന പ്യൂണിനെ അവൾ കണ്ടിട്ടും അറിഞ്ഞുകൊണ്ട് തട്ടി വീഴ്ത്തി. അയാളുടെ കയ്യിൽ നിന്ന് ആ കപ്പ് തെന്നി നിലത്തേക്ക് തെറിച്ചു. കപ്പിലുണ്ടായിരുന്ന കാപ്പി അല്പം ഡയാനയുടെ ചെരുപ്പിലേക്ക് തെറിച്ചു. അയ്യോ! അത് കണ്ട പാർവതി വേഗം അങ്ങോട്ട് ഓടി വന്നു. എന്നാൽ അപ്പോഴേക്കും ഹൗ ഡെയർ യു! ഡയാന ദേഷ്യത്തോടെ പ്യൂണിന്റെ കവിളിൽ ആഞ്ഞടിച്ചു. അത്രയും പ്രായമായ ഒരു മനുഷ്യനെ ഒരു ദയയും കൂടാതെ അവൾ ചെയ്ത തെറ്റിന് അവൾ തന്നെ ശിക്ഷിച്ചിരിക്കുന്നു. അയാളുടെ കണ്ണുകൾ നിറയുന്ന കണ്ട് പാർവതി ദേഷ്യത്തോടെ ഡയാനയെ നോക്കി. ഡു യു നോ ഹു ഐ ആം? ഐ വിൽ ഷോ യു. അയാളെ നോക്കി മുറുകിയ മുഖത്തോടെ പുച്ഛിച്ച് പറഞ്ഞുകൊണ്ട് ഡയാന മുന്നോട്ട് തിരിഞ്ഞതും ഒരു നിമിഷം വേണ്ടി വന്നു ഡയാനയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഓർത്തെടുക്കാൻ. ദേഷ്യത്തോടെ തന്നെ നോക്കുന്ന പാർവതിയെ മുന്നിൽ കണ്ട് ഡയാന വിശ്വസിക്കാനാവാതെ നോക്കി. അന്ന് ആദിയുടെ കൂടെ കണ്ട അതേ വ്യക്തി. ഡയാന ഓർത്തു. ID കാർഡിൽ അവളുടെ നെയിം നോക്കി. പാർവതിയെ നോക്കി കവിളിൽ കൈവച്ച് കണ്ണു തള്ളി നോക്കി ഡയാന. പാർവതി, you don't know who I am. I will show you, പാർവതി. I will show you. വലിഞ്ഞു മുറുകിയ മുഖത്തോടെ ഡയാന പാർവതിയെ പകയോടെ നോക്കിക്കൊണ്ട് ആദിയുടെ ക്യാബിൻ ലക്ഷ്യമാക്കി നടന്നു. ബഹളം കേട്ട് വന്ന ചില സ്റ്റാഫുകളെല്ലാം പകപ്പോടെ നോക്കി നിൽക്കുകയാണ്. പാർവതി വേഗ പ്യൂണിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. മോളെ, എന്തിനാ വെറുതെ? ഇനി ഇതിന്റെ പേരിൽ മോൾക്ക് വല്ല പ്രശ്നവും? അതൊന്നും കുഴപ്പമില്ല. അവൾ കാണിച്ച എത്ര വലിയ അഹങ്കാരമാണെന്നാ. നിങ്ങൾ അവൾ തന്നെയാ മനഃപൂർവ്വം തള്ളിയിട്ട്. അതും പോരാത്തിന് പ്രായം പോലും ബഹുമാനിക്കാതെ അടിക്കുന്നു. ഒരാൾ വെറുതെ തല്ലാനും ശിക്ഷിക്കാനൊന്നും ഒരു അവകാശം ആർക്കുമില്ല. ചേട്ടൻ കുറച്ചേരം അവിടെ പോയിരിക്കെ. അയ്യോ, ഞാൻ വേറെ കാപ്പി എടുത്ത് നന്ദസാറിന്റെ ക്യാബിൽ കൊണ്ടുകൊടുക്കട്ടെ? ഇല്ലെങ്കിൽ എന്നാലും മോളാ കൊച്ചിനെ തല്ലണ്ടായിരുന്നു. എനിക്ക് കിട്ടിയൊന്നും സാരല്ല. അവരൊക്കെ വലിയ ആളുകളല്ലേ. ഇനി ഇതിന്റെ പേരിൽ മോൾക്ക് വല്ല പ്രശ്നവും? അതൊന്നും ഓർക്കേണ്ട. അവൾ ചെയ്ത് ശരിയാണെന്ന് ആരും പറയില്ല. ചേട്ടൻ ടെൻഷനാവണ്ട. അയാൾ പാർവതിയെ നോക്കിക്കൊണ്ട് തിരിഞ്ഞടന്നു. നന്ദനുമായി ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നതിനിടയിലാണ് പെർമിഷൻ പോലുള്ള ഡയാന ഡിസി കയറി വന്ന്. ആദ്യം നന്ദന് ഒരുപോലെ അവളെ നോക്കി. അവളുടെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകുന്നുണ്ട്. നന്ദൻ ഒരു പുൻസിരിയോടെ എണീറ്റു. ഹായ് ഡയാന, വെൽക്കം. വി ആർ വെയിറ്റിംഗ് ഫോർ യു. ആൾ ഫോട്ടോഷൂട്ട്സ് ആർ ഡൺ ടുഡേ. നന്ദൻ അവളെ നോക്കി പുൻസിരിയോടെ പറഞ്ഞു. ഡയാന ആദിയെ നോക്കി. സോറി ആദി, ഐ കാൻ ഡു ദിസ് ഡീൽ. വാട്ട്? ഡയാന പറയുന്നേട്ട് ആദി ചെയറിൽ നിന്ന് ചാടി എണീറ്റു. നന്ദനും ആദ്യം അവൾ പറയുന്ന മനസ്സിലാവാൻ നോക്കി. യെസ് ആദി, ഐ കാൻ ഡു ദിസ് ഡീൽ. വാട്ട് ആർ യു ടോക്കിംഗ് ഡയാന? ആദിക്ക് അപ്പോഴേക്കും ദേഷ്യം ഇരച്ചു കയറിയിരുന്നു. ഡയാന എന്തൊക്കെയാ പറയുന്നത്? 3 ഡേയ്സ് കഴിഞ്ഞ് ഈവന്റ് നടക്കും. നാളെ ഇറങ്ങാനുള്ള മാസികയിൽ കൊടുക്കാനുള്ള ഫോട്ടോ ഇന്നെടുത്ത് സെറ്റ് ചെയ്യാനുള്ളതാണ്. പെട്ടെന്ന് ഈ സമയത്ത് ഒന്നും പറ്റില്ലെന്ന് പറഞ്ഞാൽ? നന്ദൻ ഡയാനയെ നോക്കി പറഞ്ഞു. നോ, ഇറ്റ്സ് മൈ ഡിസിഷൻ. ഐ ഡോണ്ട് വാണ്ട് ദിസ് വർക്ക്. ആദി ദേഷ്യത്തോടെ വന്ന് ഡയാനയുടെ കയ്യിൽ പിടിമുറുക്കി. ഡു യു ഹാവ് എനി സെൻസ് ഓഫ് വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട്? യെസ് ആദി, ഐ നോ. ഇതിനെല്ലാം കാരണം ഒരാൾ മാത്രം, നിന്റെ PA പാർവതി. ഡയാന പറയുന്നേട്ട് ആദി അമ്പരപ്പോടെ നോക്കി അവളെ. അവളുടെ കൈകളിൽ നിന്നും പിടിവിട്ടു ആദി. നീ എന്തൊക്കെയാ പറയുന്ന ഡയാന? പാർവതിയോ? യെസ്, ഞാനിങ്ങോട്ട് കയറി വന്നപ്പോഴേക്കും അവളെന്റെ കരണത്തടിച്ചു. ഒരു സ്റ്റാഫിന്റെ ദേഹത്ത് ടീ തെറിപ്പിച്ചു. അതിനാളെ ഞാൻ പറഞ്ഞതിന് അവൾക്ക് ഇത്ര കൊള്ളാനിരിക്കുന്നു. ഡയാന പറയുന്നേട്ട് ആദ്യം അവൾ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. നന്ദന അവളുടെ അടുത്തേക്ക് ചെന്നു. ഡയാന പ്ലീസ്, അത് നമുക്ക് സംസാരിച്ച് തീർക്കാം. ഇപ്പൊ നീ ഈ ഡീൽ ഒഴിവാക്കുന്നത് പറഞ്ഞാൽ അതിന് വരെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു മിൽഡൻ എങ്ങനെയാ? നിങ്ങൾ പറയുന്നത് ശരിയാ. സോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ചാൻസ് തരാം. ഇവിടുത്തെ സ്റ്റാഫുകൾക്ക് മുമ്പിൽ വെച്ച് അവൾ എന്നെ തല്ലിയത് അതേ സ്റ്റാഫുകൾക്ക് മുമ്പിൽ വെച്ച് എന്റെ കാല് പിടിച്ച് പാർവതി മാപ്പ് പറയട്ടെ. അപ്പൊ ഞാൻ ഈ ഡീൽ അഗ്രി ചെയ്യാം. അത്രമാത്രം പറഞ്ഞ് ഡയാന സീറ്റിലേക്ക് ഇരുന്നു. നന്ദൻ ആദിയുടെ അടുത്തേക്ക് ചെന്നു. ഡാ, ഇനിയിപ്പോ എന്താ ചെയ്യുക? കോൾ പാർവതി. ഒറ്റവാക്കിൽ പറഞ്ഞുകൊണ്ട് മുറുകിയ മുഖത്തോടെ തിരിഞ്ഞു ആദി. നന്ദൻ പാർവതിയെ വിളിക്കാൻ നിന്നപ്പോഴേക്കും പാർവതി ഫയലുകൊണ്ട് അങ്ങോട്ട് എത്തിയിരുന്നു. പെർമിഷൻ വാങ്ങി അകത്തേക്ക് കയറിയ പാർവതി തിരിഞ്ഞു നിൽക്കുന്ന ആദിയും നോക്കി. നന്ദൻ പാർവതിയുടെ അടുത്തേക്ക് ചെന്നു. പാർവതി, ഞാൻ തന്നെ വിളിക്കാൻ നിൽക്കായിരുന്നു. പാർവതി എന്തിനാ ഡയാന തള്ളിയത്? നന്ദന്റെ ചോദ്യം കേട്ട പാർവതി കാലിൽ കാൽ കയറ്റി വെച്ച് ചേർലിരിക്കുന്ന ഡയാനയെ നോക്കി. തന്നെ നോക്കി പുച്ഛിക്കുന്ന ഡയാനയെ കണ്ട് അവൾ തിരിഞ്ഞു നിൽക്കുന്ന ആദിയിലേക്ക് മിഴികൾ പായിച്ചു. പാർവതി, നിന്നോടാ ചോദിക്കുന്നത്? നന്ദൻ വീണ്ടും പാർവതിയോട് ചോദിച്ചു. സർ, അവർ പറഞ്ഞത് ശരിയാ. അതിന് തക്കതായിട്ടുള്ള കാരണമുണ്ട്. നന്ദന്റെ മുഖത്തേക്ക് നോക്കി ഉണ്ടായതെല്ലാം പറഞ്ഞു പാർവതി. പാർവതി താൻ പറയുന്നത് ശരിയാവും. പക്ഷെ പാർവതി ഇപ്പൊ ഡയാനോട് സോറി പറയണം. നന്ദന്റെ വാക്കുകൾ പാർവതിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഹേയ് നന്ദൻ, വാട്ട് ആർ യു ടോക്കിംഗ്? ഇവളെന്നോട് വെറൊരു സോറി അല്ല പറയേണ്ടത്. ഈ സ്ഥാപനത്തിലെ എല്ലാ സ്റ്റാഫുകളെയും വിളിച്ച് അവിടേക്ക് മുമ്പിൽ വെച്ച് എന്റെ കാൽ വീണ് മാപ്പ് പറയണേ ഇവള്. അങ്ങനെ വ്യക്തമായി പറഞ്ഞു കൊടുക്കും ഇവൾക്ക്. ഡയാന ഇരിക്കുന്നിടത്ത് എണീറ്റ് വന്ന് പാർവതിയുടെയും നന്ദന്റെ ഇടയിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു.
പാർവതി താൻ ഇല്ല സർ, ഇവളോട് ഒരിക്കലും ഞാൻ മാപ്പ് പറയില്ല. പാർവതിയുടെ ഉറച്ച വാക്കുകൾ അവിടെ ഉയർന്നതും അത്രയും നേരം ശാന്തനായിരുന്ന ആദി ഞൊടിയിടൽ കാറ്റുപോലെ വന്ന് പാർവതിയെ ചുമരിലേക്ക് ചേർത്ത് നിർത്തി. അവന്റെ മുറുകിയ മുഖം കണ്ട് പാർവതിക്ക് ഭയം വന്നെങ്കിലും അവളത് പുറത്ത് കാണിക്കാതെ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. നിനക്ക് എന്താ പാർവതി? പറഞ്ഞാൽ മനസ്സിലാവില്ലേ? മനസ്സിലാവും സർ, പക്ഷേ നീ പറയുന്നതും ചെയ്യുന്നതും മാത്രമായിരിക്കും ശരി പാർവതി. പക്ഷേ ഇവിടെ സിറ്റുവേഷൻ എന്നൊന്നുകൂടിയുണ്ട് പാർവതി. സോ പാർവതി ഡയാനോട് സോറി പറയണം. ആദ്യം നിന്ന് അങ്ങനെയൊന്നും പാർവതി ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ ഞെട്ടലോടെ തന്നെ അവനെ മിഴിച്ചു നോക്കി. പാർവതി, വാട്ട് ഈസ് യുവർ ഡിസിഷൻ? പാർവതി ഒട്ടും പതരാതെ ആദ്യം നോക്കിക്കൊണ്ട് പറഞ്ഞു. നോ സർ, ഇവളെ പോലെ ഒരു അഹങ്കാരിയുടെ മാപ്പറേണ്ട ഗതികേട് ഈ പാർവതിക്കില്ല. സാറിനല്ലേ എന്നോട് പറഞ്ഞു തെറ്റിയതില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് ആർക്കെങ്കിലും തുറന്നു പറയാനുള്ള ചങ്കുറപ്പ് വേണമെന്ന്. പാർവതിയുടെ അടിയുറച്ച വാക്കുകൾ കേൾക്കെ ആദിയുടെ കൈകൾ പാർവതിയിൽ നിന്ന് താഴേക്ക് ഉയർന്നു. സോറി സർ, ഇവളോട് മാപ്പ് പറയാൻ തയ്യാറല്ല. അത്രയും പറഞ്ഞ് പാർവതി അവിടുന്ന് അവളുടെ ക്യാബിനിലേക്ക് പോയി. ആദി വല്ലാത്ത പകപ്പോടെ തന്റെ മുമ്പിൽ നിന്ന് വെട്ടി തുറന്ന് പറയുന്ന പാർവതിയെ ഓർത്തുകൊണ്ട് അവൾ പോയ വഴിയെ നോക്കി നിന്നു. നന്ദനാകെ എന്ത് ചെയ്യണമെന്നറിയാതെ പാർവതിയുടെ പുറകെ ചെന്നു. പാർവതി! ക്യാബിനെത്തിന് തൊട്ടു പിന്നാലെ നന്ദനെ കണ്ട് പാർവതി തലതാഴ്ത്തി. എടോ, താൻ ഇതിന്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കുക. എല്ലാം ഇപ്പൊ തന്റെ കയ്യിലാണ്. 3 ദിവസം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന ഈവന്റ്, അതിൽ നമ്മുടെ മോഡലാണ് അവള്. പാർവതി സോറി പറയാതെ അവൾ ഈ ഡീൽ ഏറ്റെടുക്കില്ല. പാർവതി പ്ലീസ്. നന്ദൻ ഏത് രീതിയിൽ പറഞ്ഞിട്ടും പാർവതിയിൽ മാറ്റമില്ലെന്ന് തോന്നിയതും നന്ദൻ പാർവതിയെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ശേഷം നേരെ ചെന്ന് കീർത്തിയുടെ അടുത്തേക്കാണ്. കീർത്തന! വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്നുള്ള നന്ദന്റെ വിളിയിൽ കീർത്തിയാകെ ടെൻഷനായി പോയി. അവൾ എന്താണെന്ന ഭാവത്തോടെ അവന്റെ അടുത്തേക്ക് ചെന്നു. സർ? കീർത്തന, എനിക്ക് തന്നെ ഒരു ഹെൽപ്പ് വേണം. പറഞ്ഞുകൊണ്ടുണ്ടായ കാര്യങ്ങളെല്ലാം കീർത്തിയോട് പറഞ്ഞു നന്ദൻ. താൻ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? ഇതിന്റെ സീരിയസ്നെസ് എത്രയാണെന്ന് താനെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കുക. സർ, ഞാൻ സംസാരിക്കാം. കീർത്തി അത്രമാത്രം പറഞ്ഞു അവനോട്. നന്ദ മുകളിലേക്ക് കയറിപ്പോയതും കീർത്തി ആരോമലിനെ വിളിച്ച് പാർവതിയുടെ ക്യാബിലേക്ക് പോയി. പാർവതി! എന്ത് ചെയ്യണമെന്നറിയാതെ കഴിഞ്ഞൊടിച്ച് ക്യാബിലിരിക്കുകയാണ് പാർവതി. അപ്പോഴാണ് അങ്ങോട്ട് കീർത്തി ആരോമലും കൂടി ചെന്നു. ഡി, എന്തൊക്കെയാ ഈ പാർവതി കേൾക്കുന്നത്? നന്ദ സാർ പറഞ്ഞൊക്കെ സത്യമാണോ? പാർവതി ഒന്ന് മോളുക മാത്രം ചെയ്തു. എന്നാലും എന്റെ പാർവതി, എല്ലാം കറക്റ്റായിട്ട് നിന്റെ തലയിൽ തന്നെ വീഴുന്നുണ്ടല്ലോ. ആരോമലൊന്നും നെടുവീർപ്പെട്ടുകൊണ്ട് പറഞ്ഞു പാർവതിയോട്. പാർവതി, നീ ചെയ്തന്നെയാ ശരി, അത് നന്ദസാറും പറഞ്ഞു. പക്ഷേ എടി, നീ തന്നെ ചിന്തിച്ചു നോക്ക്. ആ അഹങ്കാരി പോയ കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരുന്നു. നമുക്ക് ഈവന്റിന് ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ ഈ 3 ദിവസം കൊണ്ട് അവരിങ്ങനെ ഒരു പുതിയ മോഡലിനെ കണ്ടെത്തും. പാർവതി, കീർത്തി പറയുന്നത് ശരിയാ. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ക്ലൈന്റിനെ പറ്റിയും നമ്മുടെ സ്ഥാപനത്തിന് നമ്മൾ കാരണം ഒരു നഷ്ടം വരുതെന്ന ചിന്തയുമാണ്. അപ്പം നിങ്ങളും പറയുന്നത് ആൾക്ക് മുമ്പിൽ ഞാൻ മാപ്പ് പറയണമെന്നാണോ? പാർവതി, ഞങ്ങൾ ഒരിക്കലും നിന്നെ അതിന് ഫോഴ്സ് ചെയ്യില്ല. നിന്നെ ഞങ്ങൾക്കറിയാം. പക്ഷേ നമുക്ക് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ പേര് നഷ്ടപ്പെടാതെ നോക്കേണ്ടതും നമ്മൾ തന്നെയല്ലേ? ആദി സാർ നിന്നോട് മാപ്പ് പറയാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് ഈ സ്ഥാപനത്തിന് വേണ്ടിയാ. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണ്ടേ? അതെ പാർവതി, കീർത്തി പറഞ്ഞാൽ തെറ്റു പറയാനില്ല. ഒരു മോഡലില്ലാത്തതിൻ്റെ പേരിൽ ഇത്രയും വലിയ സ്ഥാപനത്തിൽ ഈവന്റ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നാൽ അത് മൊത്തത്തിൽ ആർ കെ ഗ്രൂപ്പിന് ഡൗൺ ആക്കും. കീർത്തി ആരോമലും പറയുന്നതായിട്ട് പാർവതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെയായി. താൻ കാരണം ഒരു നിമിഷം അവൾ ഈ ജോലിക്ക് വേണ്ടി പുറപ്പെടുന്ന ദിവസം അച്ഛമ്മ പറയുന്ന ഓർത്തുപോയി. താൻ ചെല്ലുന്നിടം മുടിഞ്ഞു പോകാൻ വേണ്ടി ആയിരിക്കും. ഇല്ല, താൻ കാരണം ആർക്കും ഒന്നും വരരുത്. കുഞ്ഞിലെ മുതൽ കേട്ടത് ഇനി ഇവിടെയും കേൾക്കേണ്ടി വരും ഞാൻ. വേണ്ട, ഒന്ന് തോറ്റു കൊടുത്താലും ബാക്കിയുള്ളവർ സന്തോഷിക്കുന്നെങ്കിൽ അത് തന്നെയാണ് വലുത്. പാർവതി! പെട്ടെന്നുള്ള കീർത്തിയുടെ വിളിയിൽ സ്വഭാവത്തിലേക്ക് വന്ന പാർവതി ഇരുവരെയും നോക്കിക്കൊണ്ട് ആദ്യയുടെ ക്യാബിൻ ലക്ഷ്യമാക്കി ഓടിച്ചെന്നു. നന്ദൻ തിരിച്ച് ക്യാബിനിലെത്തിയതും അവിടെ ഇരിക്കുന്ന ഡയനെയും തിരിഞ്ഞു നിൽക്കുന്ന ആദിയെയും നോക്കി. എന്താ നന്ദ, അവൾ നിന്നെ ആട്ടിയിറക്കിയോ? അല്ലെങ്കിലും വല്ല പട്ടിക്കാട്ടിൽ കഴിയുന്ന അവളെ പോലുള്ളവരൊക്കെ പിയാക്കിയ ഇതല്ല, ഇതിനപ്പുറവും കാണും. ഡയാന പറയുന്നതിനൊന്നും നന്ദൻ മറുപടി നൽകിയില്ല. അവൻ നേരെ ആദിയുടെ മുന്നിലേക്ക് ചെന്നു. പാർവതി, അവള് മാപ്പറയും തോന്നുന്നില്ല. കൊള്ളാതി, ഇത്രയ്ക്ക് പിടിവാശിയുള്ള ഒരു പിയാണല്ലോ. കൊള്ളാം. ഒരു പുച്ഛഭാവത്തോടെ പറഞ്ഞുകൊണ്ട് അവൾ ആദിയുടെ അടുത്തേക്ക് വന്നു. വിനയഭാവത്തോടെ അവന്റെ കൈകളിൽ പിടിച്ചു. ആദി, ഡോണ്ട് വറി, ഒരൊറ്റ കാര്യം ഞാൻ ഈ ഡീൽ ചെയ്യാം. ബട്ട് ഒരേ ഒരു കണ്ടീഷൻ. പാർവതി, ഇന്നത്തോടെ ഈ സ്ഥാപനത്തിലും ഇനി ഒരു സ്ഥാപനത്തിൽ അവൾക്ക് ജോലി ചെയ്യാൻ പറ്റരുത്. അവളെ എന്നേക്കുമായിട്ട് ഇവിടുന്ന് അങ്ങ് പുറത്താക്കിയേക്കാതി. ഒരു ചിരിയോടെ ആദിയുടെ കൈകൾ ഇറുകെ പിടിച്ച് പറഞ്ഞു ഡയാന. ഇതേ സമയം ക്യാബിലേക്ക് വന്ന പാർവതിയെ കണ്ട് ഡയാന ആദിയിൽ നിന്നുള്ള പിടിവിട്ട് അവൾ സംശയത്തോടെ നോക്കി. ഡയാനയുടെ നോട്ടം കണ്ട് നന്ദൻ തിരിഞ്ഞു നോക്കിയതും പുറകിൽ നിൽക്കുന്ന പാർവതിയെ കണ്ട് അവൻ അവിടെ അടുത്തേക്ക് ചെന്നു. പാർവതി, ഞാൻ സമ്മതിക്കും സാർ. ആ റൂമിൽ വെച്ചാണെങ്കിലും ഞാൻ സോറി പറഞ്ഞോളാം. പാർവതി പറയുന്ന കേട്ട് ഡയാനയുടെ ചുണ്ടുകളിൽ ഒരു വിജയശ്ശേരി വിടർന്നു. തൽക്കാലം പാർവതി സോറി പറയുന്നില്ല ഡയാന. പെട്ടെന്ന് അവിടെ ആദിയുടെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദമുയർന്നു. ഡയാന അടക്കം പാർവതിയും നന്ദിനെ ഒരുപോലെ ഞെട്ടി. ആദി, പാർവതി പറഞ്ഞ നീ കേട്ടില്ലേ? ആദ്യം വിശ്വസിച്ചുകൊണ്ട് കൈകൾ പാന്റിന്റെ ഇരു പോക്കറ്റിലേക്ക് ഇട്ട് ഡയാനയ്ക്ക് നേരെ തിരിഞ്ഞു.
ഡയാനയ്ക്ക് ഈ ഡീൽ അവസാനിപ്പിച്ച് പോവാം. ഒരു കാര്യം കൂടെ, ഡയാന, താൻ പോകുന്ന ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് മാത്രമല്ല, RK ഡിസൈനിൻ്റെ മുഴുവൻ മോഡൽ ലിസ്റ്റിൽ നിന്നുകൂടെയാണ്. RK ഗ്രൂപ്പ് MD ആദിദേവ് നേരിട്ട് റിജക്ട് ചെയ്ത നിനക്ക് മറ്റൊരു ഡിസൈനിൽ പോലും സ്ഥാനം കിട്ടില്ല. അത് നീ ഓർത്തിരിക്കുന്ന നല്ലതായിരിക്കും. ആദിയുടെ വാക്കുകൾ ഡയാനയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വാട്ട്? ആദി, നീ എന്തൊക്കെയാ പറയുന്നത്? നിന്റെ റൂൾസ് അംഗീകരിക്കുന്നതല്ല ഈ ആദിദേവിന്റെ സ്റ്റൈൽ, ഡയാന. സോ ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ എനി എക്സ്ക്യൂസ്. ഗെറ്റ് ഔട്ട്. ആദിയുടെ വാക്കിൽ താൻ കെട്ടിപ്പൊക്കിയ സ്വപ്നവും തന്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്ന പോലെ തോന്നി ഡയാനക്ക്. ആദി, ഐ സേ ഗെറ്റ് ഔട്ട് പറയുന്നതിനോടൊപ്പം ടേബിളിൽ നിന്ന് ഫ്ലവർ വൈസ് എടുത്തെറിഞ്ഞു ആദി. ഡയാന ദേഷ്യത്തോടെ പകേരിയുന്ന കണ്ണുകളോട് നോക്കി പാർവതി ശേഷം പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആദി, നീ ഇത് എന്ത് പണിയാ കാണിച്ച്? എല്ലാം ഒന്ന് ഓക്കെ ആയി വന്നപ്പോഴേക്കും ഇനിയെല്ലാം അവസാനിപ്പിച്ച് ഈവൻ ലിസ്റ്റിൽ നിന്ന് പിന്മാറാം. നന്ദൻ ആദിയുടെ മുമ്പിൽ ചെന്ന് പറഞ്ഞു. ഓൺലി 15 മിനിറ്റ്, അതിനുള്ളിൽ ഷൂട്ടിന് റെഡിയാകുമ്പോൾ പറ അവരോട്. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? അതിന് മോഡലിൽ നീ എടുത്തു വെച്ചിട്ടുണ്ടോ? യെസ് നന്ദ, എല്ലാം കൊണ്ടും തികഞ്ഞൊരു മോഡൽ തന്നെയാ ഈ നിൽക്കുന്ന പാർവതി മഹാദേവൻ. ആദിയുടെ മുറുകിയ വാക്കുകൾ കേട്ട് പാർവതി വിടർന്ന കണ്ണുകളാൽ വിശ്വസിക്കാൻ കഴിയാതെ നോക്കി നിന്നു. ആദി, പാർവതി? നന്ദനും ഞെട്ടലോടെ ചോദിച്ചു. അതെ, ഈ നിൽക്കുന്ന പാർവതി. ആദി പാർവതിയുടെ കയ്യിൽ പിടിച്ച് വലിച്ചു. സർ, വിടു സർ. പാർവതി അവനെ പിടിവിടുക്കാൻ ശ്രമിച്ചെങ്കിലും അവന്റെ ബലത്തിനു മുമ്പിൽ പിടിച്ചെടുക്കാനായില്ല പാർവതിക്ക്. ആദി അവളുടെ വാക്കുകൾക്ക് പോലും ചെവിയൊടുക്കാതെ അവളുടെ കയ്യിൽ ഇറുകെ പിടിച്ച് മുന്നോട്ട് നടന്നു. മോഡലിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ റൂമിലേക്കാണ് ആദി പാർവതിയെ കൊണ്ടുപോയത്. അവിടേക്ക് ചെന്ന് അവിടെയുള്ള സ്റ്റാഫുകൾക്ക് മുമ്പിലേക്ക് നിർത്തി പാർവതി ചുറ്റും നോക്കി. ചുറ്റും മിററാണ്. ഒരു സൈഡിൽ നിറയെ മേക്കപ്പ് സാധനങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. പാർവതി ദയനീയതയോടെ നോക്കി ആദിയെ. എന്നാൽ ആദ്യം അവിടെയുള്ള സ്റ്റാഫുകൾക്ക് നേരെ തിരിഞ്ഞു. ഓൺലി 10 മിനിറ്റ്സ്, അതിനുള്ളിൽ മോഡലിന് റെഡിയാക്കി എത്തിച്ചിരിക്കണം. അത്രമാത്രം പറഞ്ഞ് ആദ്യം പുറത്തേക്ക് പോയി. പാർവതി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു പോയി. ഒരു സ്റ്റാഫ് പാർവതിയുടെ അടുത്തേക്ക് വന്ന് അവൾ അതിൽ തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോയി. അവിടെ റെഡിയാക്കി ആംഗിളിൽ തൂക്കി വെച്ച ഡ്രസ്സ് എടുത്ത് പാർവതിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഇത് ചേഞ്ച് ചെയ്ത് വേഗം വന്നോളൂ. അതും പറഞ്ഞ് ആ സ്റ്റാഫ് പുറത്തേക്ക് ഇറങ്ങി. പാർവതി തന്റെ കയ്യിൽ തന്ന ഡ്രസ്സിലേക്ക് നോക്കി. എന്റെ ഈശ്വര, ഞാനിത് എങ്ങനെ ഇടാനാ? എന്നെ കൊണ്ട് പറ്റില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. സ്ലീവ്ലെസ് ആയിട്ട് മുട്ടിന് അറ്റം മാത്രം ഇറക്കമുള്ള ഒരു ഷോർട്ട് ഫ്രോക്ക് പാർവതി ഒരു മുഷീച്ചിലൂടെ അത് അവിടെയുള്ള ആങ്കറിലേക്ക് തൂക്കിയിട്ടു. എന്ത് ചെയ്യണം ഇനി? എങ്ങനെ ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടുമെന്നോർത്ത് പാർവതി അതിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പാർവതി പുറത്തേക്ക് ഇറങ്ങുന്ന കാണാത്തതുകൊണ്ട് ആ സ്റ്റാഫ് വീണ്ടും വന്ന് ഡോർ തട്ടി. പാർവതി ഡോർ തുറന്നു. ഡ്രസ് ചേഞ്ച് ചെയ്യാതെ അതുപോലെ നിൽക്കുന്നവളെ കണ്ട് അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. കുട്ടി പെട്ടെന്ന് സാറിപ്പ് വരും. ഇല്ല, എനിക്ക് ഈ ഡ്രസ്സ് ഇടാൻ പറ്റില്ല. അവർ പലവിധത്തിലും പാർവതിയെ പറഞ്ഞത് ഇരിക്കാൻ നോക്കിയെങ്കിലും അവൾ അനുസരിച്ചില്ല. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞതും ആദ്യം പുറത്തുനിന്ന് ഡോറിൽ മുട്ടി. സ്റ്റാഫ് എന്ന് ഡോർ തുറന്നു. അകത്തേക്ക് നോക്കി ആദിയുടെ മിഴികൾ ഇങ്ങോട്ട് വന്ന അതേ ഡ്രസ്സിൽ നിൽക്കുന്ന പാർവതിയെ കണ്ടതും അവന്റെ മുഖം വലിഞ്ഞു മുറുകി. കാറ്റുപോലെ അകത്തേക്ക് ഇടിച്ചു കയറി അവൾക്ക് മുമ്പിൽ വന്നു നിന്നവൻ. നിന്നോട് 10 മിനിറ്റ് ആകുമ്പോഴേക്ക് റെഡിയായി നിൽക്കാൻ പറഞ്ഞല്ലേ? സർ, ആ ഡ്രസ്സ് എനിക്ക് പറ്റില്ല. നേരിയ വിതുമ്പലോടെയാണ് പാർവതി ആദിയോട് പറഞ്ഞത്. നിനക്ക് പറ്റില്ലെങ്കിൽ ആദ്യം പറ്റുന്ന കാര്യം ചെയ്യണമായിരുന്നു. Now I don't know any reason. Change the dress quickly within 5 minutes. ഇല്ല, എനിക്ക് പറ്റില്ല. പാർവതി, I ask you. മുറുകിയ മുഖത്തോടെ അലറിക്കൊണ്ട് അവിടെ തോളിൽ കിടന്ന ഷോൾ വലിച്ചൊരു നിലത്തേക്ക് ഇട്ടവൻ. ആദിയുടെ പ്രവൃത്തിയിൽ ശ്വാസം അടക്കി നോക്കിപ്പോയി പാർവതി. ഞൊടിയിടയിൽ അവളുടെ ചുരിദാറിന്റെ ഷോളിൽ പിടിമുറുക്കി ആദി. Only 5 minutes. അതിനുള്ളിൽ റെഡിയായില്ലെങ്കിൽ നിന്നെ തുടിപ്പിക്കാൻ എനിക്കറിയാം. Don't make me do that, പാർവതി. Don't make. ആദി, നന്ദൻ ഓടി വന്ന് പാർവതിയുടെ ഡ്രസ്സിൽ നിന്ന് അവന്റെ പിടിപിടി വെച്ചു. നീ എന്ത് ഭ്രാന്താണ് കാണിക്കുന്നത്? ഇങ്ങോട്ട് വാ. നന്ദൻ അവനെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. അവനെ പുറത്തേക്കാക്കി പാർവതിയുടെ അടുത്തേക്ക് വന്നു അവൻ. പാർവതി അവനെ പാർവതിക്ക് അറിയാഞ്ഞിട്ടാ. അസുരനായ വെറും അസുരനവൻ. അവിടെ ദയോ സഹതാപം ഒന്നും ഉണ്ടാവില്ല. തൽക്കാലം പാർവതി അവൻ പറഞ്ഞനുസരിക്കുക. ഇല്ല, പറഞ്ഞ പോലെ ചെയ്യാൻ അവനൊരു മടിയും കാണിക്കില്ല. നന്ദൻ അതും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതും പാർവതിയുടെ മിഴികൾ നിറഞ്ഞൊഴുകി. അവിടെയുള്ള ലേഡി സ്റ്റാഫ് അവളുടെ അടുത്തേക്ക് ചെന്നു. കുട്ടി, വേഗം ഡ്രസ് ചേഞ്ച് ചെയ്ത് വരും, എന്നിട്ട് വേണം ബാക്കി മേക്കപ്പ് കൂടെ സെറ്റ് ചെയ്യാൻ. പാർവതി നിറഞ്ഞ കണ്ണുകളോടെ തിരികെ ആ മുറിയിലേക്ക് കയറി. അല്പനേരം കഴിഞ്ഞത് റൂം തുറന്ന് പാർവതി പുറത്തേക്ക് ഇറങ്ങി. മുട്ടിന് താഴേക്ക് തന്റെ കാലുകൾ നഗ്നമായി കാണുന്നു. ഷോൾഡർ മുതൽ കൈ നഗ്നമായി കാണുന്നു. പാർവതിക്ക് വല്ലാത്ത അസ്വസ്ഥമായി തോന്നി. ഇട്ട ഡ്രസ്സ് കഴിയുന്നത്ര വലിച്ചു താഴേക്കാക്കാൻ ശ്രമിച്ചു. അവിടെയുള്ള ലേഡി സ്റ്റാഫ് ഒരു പുഞ്ചിരിയോടെ അവളെ പിടിച്ച് മിറിന് മുമ്പുള്ള ചെയറിലിരുത്തി. കുട്ടിക്ക് ശരിക്കും മേക്കപ്പിന്റെ ആവശ്യമൊന്നുമില്ല. ആ സ്റ്റാഫ് ചിരിയോടെ പറഞ്ഞുകൊണ്ട് അല്പം ലേറ്റായി മാത്രം ഒന്ന് ടച്ചപ്പ് ചെയ്തു. മുറിയും താഴേക്ക് അല്പം കേൾസ് ചെയ്ത് ഇരുവശത്തേക്കും ഇട്ടു.
നീ നോക്കി, ഗോർജിയസ്, സോ ബ്യൂട്ടിഫുൾ. അവളെ നോക്കി ആ സ്റ്റാഫ് പറഞ്ഞുകൊണ്ട് മിററിലേക്ക് തിരിച്ചെത്തി. അവൾ മിററിൽ നോക്കിയ പാർവതിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഫിനിഷ്. പുറകിൽ ആദിയുടെ ശബ്ദം കേട്ടതും പാർവതിയുടെ ഉള്ളു വിതുമ്പി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.